തിരുവനന്തപുരം മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രൻ്റെ പ്രകടനം എല്ലാവരും ഒക്കെ കണ്ടതാണ്. നമ്മുടെ നാട് മുഴുവൻ അത് കണ്ടു കഴിഞ്ഞു. അതിൻ്റെ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞു. ആദ്യം മേയർ അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ പാടില്ലാത്ത ഒരു പോസ്റ്റിലിരിക്കുന്ന ഒരാളാണ് മേയർ എന്നൊക്കെ പറയുന്ന ആൾ. ഇത് ഈ പെൺകുട്ടിക്ക് വളരെ ചെറിയ പ്രായത്തിൽ യഥാർത്ഥത്തിൽ ഗിന്നസ് ബുക്ക് റെക്കോർഡ് വരത്തക്കവണ്ണം ഉള്ള പ്രായം കുറഞ്ഞ ആ പ്രായത്തിൽ തന്നെ മേയറായിട്ട് അതിന് ജോലി ചെയ്യാൻ പറ്റി, അതിന് പ്രവർത്തിക്കാൻ പറ്റി, മേയറായിട്ട് നിയമിതയായി. അതൊരു വലിയ കാര്യമാണ്. പക്ഷേ അതിൻ്റെ ആ പക്വത അത് പിന്നെ കാണിക്കുന്നതായിട്ട് പലപ്പോഴും കാണുന്നില്ല. അതിൻ്റെ കാരണം അത്രയും പ്രായമേ ഉള്ളതിന് അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് രണ്ട് കുഴപ്പങ്ങളിൽ അത് നേരത്തെ പെട്ടുപോയി. എന്നിട്ട് അതിൽ നിന്നൊക്കെ തത്തിപ്പിടിച്ച് ഊരി റെഡിയായി മാറി. ഇപ്പോൾ അത് ഈ റോഡിൽ ഇങ്ങനെ നട റോഡിൽ ഒരു പ്രകടനം നടത്തുക എന്ന് പറയുന്നത് വളരെ മോശമായി പോയി എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അത് ചെയ്യാൻ പാടുള്ളതല്ല. അപ്പോൾ എത്രയോ ഒരു ചെറിയ ഒരു ജീവനക്കാരനാണ് ഒരു ഡ്രൈവർ. 710 രൂപയ്ക്ക് ഡെയിലി ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾ. അപ്പോൾ അഭ്യസ്തവിദ്യനായ ഒരാൾ ആ ജോലി 710 രൂപയ്ക്ക് 10.5 മണിക്കൂർ അയാൾ ജോലി ചെയ്തെന്ന് പറയുന്ന അങ്ങനെ ചെയ്യണമെങ്കിൽ എന്ത് കഷ്ടപ്പെടുന്നവനായിരിക്കും എന്ന് മാത്രം ചിന്തിച്ചാൽ പോരെ. ഇത് നമ്മൾ വലിയൊരു ഉയരത്തിലിരിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ തല കുനിയണം. അതാണ് പ്രിൻസിപ്പിൾ. കാരണം നമുക്ക് ആ തല കുനിഞ്ഞില്ലെങ്കിൽ എന്താണെന്നറിയോ, നമുക്ക് ബാക്കിയുള്ള ആളുകളോടുകൂടി അവരെ ഒരു ബഹുമാനം അവർ കാണിച്ചില്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ബഹുമാനം നഷ്ടപ്പെടുക എന്നുള്ളതാണ്. അതാണ് ഇവിടെ സംഭവിക്കുന്നത് കേട്ടോ. ഈ പെൺകുട്ടി മിടുക്കിയായ ഒരു കുട്ടിയാണ്. പക്ഷേ ഇത് കുറച്ചെഴുതിയാട്ടം അതിന് കൂടിപ്പോയി. അതിനെ ആ രീതിയിലുള്ള ഒരു പക്വത അതിന് വന്നിട്ടില്ല. അതേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കാം ഈ നട റോഡിൽ ഈ പ്രകടനം നടത്താൻ ഇടയായത്. ഞാനത് ഈ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അതിനകത്തുള്ള സംഭവം എന്ന് പറയുന്നത്, ആ വീഡിയോയിൽ നിന്ന് കാണുന്നത് ഇന്ന് വ്യക്തമാണ്. ഈ കാറ് കൊണ്ടുവന്ന്, ഒരു ചുവന്ന കാറ് കൊണ്ടുവന്ന് ഇതിൻ്റെ മുമ്പിൽ, ഈ ബസ്സിൻ്റെ മുമ്പിൽ അതിനെ, ആ കാറിനെ കുറുക്കെ ബ്ലോക്ക് ചെയ്ത് അവിടെ സീബ്ര ലൈനിൽ ബ്ലോക്ക് ചെയ്ത് വണ്ടി ഇട്ടു. അതിന് ശേഷമാണ് പിന്നെ ഡ്രൈവർ ആ വണ്ടി നേരെയാക്കുന്നത്. ആരാണെന്ന് വെച്ചാൽ, അപ്പോൾ അതിനിടയിൽ MLA ഒക്കെ ഇറങ്ങി ചെന്ന് ചോദിക്കുന്നതൊക്കെ ഉണ്ട്. മനസ്സിലാവാം നമുക്ക്, മനസ്സിലാക്കുന്നു. അയാൾ എങ്ങനെ മനസ്സിലാക്കാനാണ്? അയാൾ ഈ രാവിലെ മുതൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ, മാത്രമല്ല രാത്രി 10:30 മണിയായി. അപ്പോൾ ആ സമയത്ത് അയാൾക്ക് എങ്ങനെയെങ്കിലും ഈ വണ്ടിയും കൊണ്ടിട്ടിട്ട് അയാളുടെ വീട്ടിൽ പോകുക എന്നുള്ളതാണ് ഒരു ജീവനക്കാരൻ്റെ എത്രയും പെട്ടെന്നുള്ള അയാളുടെ ആവശ്യം. അതാണ്. കാരണം അന്ന് രാവിലെ മുതൽ അയാൾ തുടങ്ങിയതാണ് അയാളുടെ ഡ്യൂട്ടി. അപ്പോൾ അയാൾ പറഞ്ഞ തലേന്ന് ഉറങ്ങിയത് പോലും ഇല്ല എന്നാണ് അയാൾ പറയുന്നത്. നമുക്ക് അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. എന്തായാലും ശരി, അയാളോട് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു. ഇതുപോലെ ആവശ്യമില്ലാത്ത കാര്യം. റോഡിൽ എന്തെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ ഇതിൻ്റെ നമ്പരും നോട്ട് ചെയ്തിട്ട് അയാൾ ഇതുപോലെ എൻ്റെ കാർ ബ്ലോക്ക് ചെയ്തു, ഒരുപാട് എന്നെ ശല്യപ്പെടുത്തി എന്ന് പറഞ്ഞ് ഇതിനൊരു പരാതി കൊടുത്താൽ, ഷീസ് ദ മേയർ, ഒരു പരാതി, MLA ഉണ്ട്, രണ്ടുപേരും കൂടെ ഒരു പരാതി കൊടുത്താൽ അതിന് എത്രയോ വിലയുണ്ടായിരുന്നു, മാന്യത ഉണ്ടായിരുന്നു. ഇതിപ്പോൾ അതില്ലാതായിപ്പോയി. കാരണം അത് ബാക്കി അവരെന്തൊക്കെ പറഞ്ഞെന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഞാനതിൻ്റെ ലീഗാലിറ്റിയെക്കുറിച്ച് മാത്രമേ ബാക്കി പറയുന്നുള്ളൂ. അതിനകത്ത് ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ ട്രാൻസ്പോർട്ട് ബസ് ഉണ്ടല്ലോ, KSRTCയുടെ ബസ്, അതിൽ യാത്രക്കാരുണ്ടായിരുന്നു. അത് തടഞ്ഞു നിർത്തിയിട്ട് യാത്രക്കാരെ ഇറക്കി വിട്ടു. അവിടെ തമ്പാനൂർ പോകേണ്ടവരാണ്. അവരിറങ്ങിയില്ലായിരുന്നെങ്കിലുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അവർ പറയുക, ഞങ്ങൾക്ക് കാശ് വേണം, ഞങ്ങൾ തമ്പാനൂർ പോകേണ്ടതാണ്, ഞങ്ങൾക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റിയല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇവർ ബുദ്ധിമുട്ടിലാവത്തില്ലേ? അപ്പോൾ അത് ഒരു അധികാരത്തിൻ്റെ അനിയന്ത്രിതമായ ഒരു അധികാര ദുർവിനിയോഗം ആയിട്ട് ഇത് മാറിയെന്ന് പറഞ്ഞാൽ അതൊരർത്ഥത്തിൽ സത്യമല്ലേ? ഈ ബസ് തടഞ്ഞിടാൻ പറ്റുമോ? മാത്രമോ, ഒരു പബ്ലിക് സർവൻ്റ് ആണ് അയാളും ഇവരെ പോലെ തന്നെ. അപ്പോൾ അയാളെ റോഡിൽ തടയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയാളുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ഒഫൻസാണ് ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച്. അതിനൊക്കെ നടപടി ഉണ്ടാവേണ്ട കാര്യമാണ്. അപ്പോൾ അതിന് പോലീസ് കേസെടുത്തില്ല. അതിന് കേസെടുക്കാത്തതിൻ്റെ കാരണം പറയുന്നത്, നിയമലംഘനം നടത്തിയ ആളെ തടഞ്ഞു വെച്ചതാണെന്നാണ്. അയാളെ തടഞ്ഞു വെച്ചേക്കുന്നത് അയാളെ സ്വന്തമായിട്ട് റോഡിലല്ല, അയാളെ തടഞ്ഞു വെച്ചേക്കുന്ന അയാൾ ബസ്സിൽ ഡ്രൈവറായിട്ടിരിക്കുന്ന ബസ്സിനെ തടഞ്ഞതാണ്. അതിലെ യാത്രക്കാരെ മുഴുവൻ തടഞ്ഞ് അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിയതാണ്. അതുപോലെ ഈ ബസ്സിൻ്റെ പ്രയാണം തടസ്സപ്പെടുത്തിയതാണ്. അപ്പോൾ ആ ചെയ്തു വെച്ച ആ ഇടപാടെന്ന് പറയുന്നത് ഒരിക്കലും ശരിയായിട്ട് നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്നില്ല. അതിൽ നിർബന്ധമായിട്ട് പോലീസ് കേസെടുക്കേണ്ടതാണ്. ഒരു ഇരട്ടത്താപ്പ് എന്നുള്ള നിലയിൽ ഇത് കാണിക്കാൻ പാടില്ല. ഒരാൾ മേയറായിപ്പോയി, കൂടെ MLA ഉണ്ട്, എന്നാൽ MLA കുറെ കൂടെ ബോധമില്ലേ? അദ്ദേഹത്തിന് അത് പറഞ്ഞ് തടസ്സം ചെയ്തൂടെ?
അല്ലെങ്കിൽ ഇങ്ങനെ ഇറങ്ങിപ്പോയി ഇതുപോലൊരു പ്രകടനം നടത്തേണ്ട വല്ല കാര്യമുണ്ടോ ഇവിടെ? എന്തിനിത് ചെയ്തു എന്നുള്ളത് എനിക്ക് മനസ്സിലാവാത്ത കാര്യമാണ്. എന്നിട്ട് ആ കുട്ടി അതിനെ ന്യായീകരിക്കാൻ പോവുകയാണ്. എന്തിനാണ് ഇതൊക്കെ? ഇതൊന്നും അല്ല വേണ്ടത്. കുറെ കൂടെ കാരണം ഒരു ഒഫൻസ് നമ്മൾ കമ്മിറ്റ് ചെയ്യുന്നതിന് തുല്യമായി. അയാൾ നിയമലംഘനം നടത്തിയെന്ന് പറയുന്നു. നമുക്കറിയില്ല, അയാൾ ഉണ്ടെങ്കിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന വിധത്തിൽ എന്തെങ്കിലും അയാൾ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിന് നടപടി വേണം, അത് ശരിയാണ്. പക്ഷേ അതിന് ഇതല്ല വേദി. ഇങ്ങനെയല്ല, നടു റോഡിലല്ല ഈ സംഭവം ഉണ്ടാക്കേണ്ടത്. മറ്റാളുകളെ ഉപദ്രവിച്ചുകൊണ്ടല്ല ചെയ്യേണ്ടത്. അവിടെ റോഡിൽ പോകുന്ന വാഹനങ്ങളെ തടസ്സപ്പെടുത്തി, സഞ്ചാര സ്വാതന്ത്ര്യം അവരുടെ നഷ്ടപ്പെടുത്തി, ഈ ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ KSRTC ബസ്സിൻ്റെ സഞ്ചാരം നഷ്ടപ്പെടുത്തി അവിടെ തടഞ്ഞു. അതുപോലെ തന്നെ അതിലൊരു 12 യാത്രക്കാരുണ്ടായിരുന്നു പറയുന്നു. അവർ തമ്പാനൂരിൽ ഇറങ്ങേണ്ട ആളുകളാണ്. അവരെ നടു റോഡിൽ ഇറക്കി വിടേണ്ടതായിട്ട് വന്നു. അവര് അതിന് പ്രതികരിച്ചില്ല എന്നുള്ളതാണ് അവരുടെ ഭാഗത്ത് നിന്ന്. കാരണം ഇവരൊക്കെ വലിയ ആളുകളല്ലേ, അതുകൊണ്ടായിരിക്കും അവർ പ്രതികരിക്കുക. നമ്മൾ ഒരുപാട് വലിയ ആളുകളാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. വലുതാവും തോറും ഉണ്ടല്ലോ എളിമ കൂടണം. അതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. നമ്മൾ പൊതുജനങ്ങളുടെ ജോലിക്കാരാണ് നമ്മളൊക്കെ എന്നുള്ള ഒരു കാഴ്ചപ്പാട് വേണം. അതിപ്പോൾ ജഡ്ജി ആയാലും ഇതുപോലെ തന്നെ മന്ത്രിയായാലും മേയറായാലും ആരായാലും MLA ആയാലും നമ്മൾ പൊതുജനങ്ങളുടെ ജീവനക്കാരാണ്. പൊതുജനങ്ങൾ നമ്മളെ നിയമിച്ചേക്കാണ് അവരെ നോക്കാൻ വേണ്ടി എന്നുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് എപ്പോഴും വേണം. ഇല്ലെങ്കിലുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ എളിമ ഉണ്ടാകത്തില്ല. റോഡിൽ തടസ്സമൊക്കെ ഉണ്ടാവാം, അതിനവിടെ ഇറങ്ങി നിന്ന് വഴക്കൊന്നും ഉണ്ടാക്കരുത്. അതിന് വേറെ മാർഗങ്ങളുണ്ട്, നിയമപരമായ മാർഗം ഇവർക്ക് സ്വീകരിക്കാമായിരുന്നു. അതിന് പകരം ഇമ്പൾസീവായിട്ട് പ്രവർത്തിച്ചതാണ് ഈ കുട്ടി ചെയ്തതായിട്ട് എനിക്ക് തോന്നിയത്. അത് ശരിയായില്ല. പിന്നെ അതിനെ ന്യായീകരിക്കണം അപ്പോൾ അതിന് വേണ്ടിയുള്ള തത്രപ്പാടിലാണിപ്പോൾ. പക്ഷേ ഇതൊന്നും നല്ല ഒരു കാര്യമല്ല. പൊതുജനങ്ങളുടെ ഇടയിൽ വളരെ അവമതിപ്പുണ്ടാക്കും. അവർ അനാവശ്യങ്ങളൊക്കെ വിളിച്ചു പറയും. പോരെങ്കിൽ ഈ ന്യായീകരണ തൊഴിലാളികളും അതുപോലെ തന്നെ ഇതിന് പ്രതികരിക്കുന്ന ആളുകളുമൊക്കെ ഈ മീഡിയയിലൊക്കെ, സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാടുണ്ട്. അവരെ കണ്ട അനാവശ്യങ്ങളൊക്കെ വിളിച്ചു പറയും.